പാലക്കാട് കഞ്ചിക്കോട് സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ അഴിമതിയെന്ന് പ്രതിപക്ഷം. ഒരു കമ്പനിക്ക് മാത്രം അനുമതി നൽകിയതിന്റെ മാനദണ്ഡം സർക്കാർ വെളിപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പഴയ റിപ്പോർട്ട് മറികടന്നാണ് മന്ത്രിസഭാ തീരുമാനമെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അനുമതി നൽകിയതെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി. പാലക്കാട് കഞ്ചിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാനാണ് മന്ത്രിസഭ ഇന്നലെ അനുമതി നൽകിയത്. മുൻപ് 4 ബ്രൂവറി തുടങ്ങാൻ നൽകിയ അനുമതിയിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും ഇപ്പോഴത്തെ തീരുമാനത്തിന് പിന്നിൽ വൻ അഴിമതി ഉണ്ടെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇപ്പോൾ പൊടുന്നനെയാണ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പുതിയ ഡിസ്റ്റിലറി യൂണിറ്റ് പുതുശ്ശേരി പഞ്ചായത്തിൽ ആരംഭിക്കാനുള്ള അനുമതി കൊടുത്തത്. ഇതിന്റെ പിന്നിൽ വൻ അഴിമതി ഉണ്ട് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. മന്ത്രിസഭാ തീരുമാനം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം മദ്യനയത്തിന്റെ ഭാഗമാണെന്നും പ്രദേശത്ത് ജലലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ്. ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള വലിയ അനുഭവ സമ്പത്തുള്ള ഒരു സ്ഥാപനം അപേക്ഷിച്ചു. എല്ലാ പരിശോധനകളും നടത്തി അവർക്ക് എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബ്രൂവറി വിഷയം ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതിനു പിന്നാലെ നിയമ നടപടിയെക്കുറിച്ചും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.